Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. ഏതാനും ക്ലാസ്സുകളിലായി ഇബാദുർ റഹ്മാനിന്റെ അഥവാ പരമകാരുണ്യനായ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രധാന പ്രാർത്ഥനയാണ് നമ്മൾ തദബ്ബുർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വളരെ ചുരുക്കം ചില പ്രാർത്ഥനകൾ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ചില പ്രാർത്ഥനകൾ നമ്മൾ ഒഴിവാക്കാറില്ല. അതിൽപ്പെട്ട രണ്ട് പ്രാർത്ഥനകൾ, ഒന്ന് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അത് സൂറത്ത് അൽ-ബഖറയിലെ 201, 202 ആയത്താണ്. ആ ആയത്ത് പറഞ്ഞത് വൈദാ ഖദൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാക്കും ഔ അശദ്ദ ദിക്റ. അതായത് മനാസിക് എന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ്. വൈദാ ഖദൈതും മനാസികക്കും, ഹജ്ജുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു ഹാജിക്കുള്ള സന്ദേശമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ആരാധകർ നാട്ടിൽ നിർവഹിച്ച പരികർമ്മം അടക്കമുള്ള കർമ്മങ്ങൾ നിർവഹിച്ച നാട്ടിലുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ സന്ദേശമാണ് അല്ലാഹു. സത്യത്തിൽ ഹജ്ജ് മുഴുവനും, ഹജ്ജിന്റെ യാത്ര മുഴുവനും പരികർമ്മം, അതും ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഒക്കെ നമുക്ക് വിവൃതന്നെയായിരുന്നു. അള്ളാഹിനെ കുറിച്ച് വിവൃതന്നെയായിരുന്നു. ഹജ്ജ് മുഴുവൻ അതന്നെയാണ്. എന്നിട്ടും പിന്നെ അത് പറയാനുള്ള കാരണം എന്താ? അള്ളാഹു പറയുന്നത് അത് ഒരു ഹാജിക്ക് മരണം വരെ അത് നിലനിന്ന് കിട്ടണം. മരണം വരെ നിലനിന്ന് കിട്ടണം. അതിനുവേണ്ടി അള്ളാഹു ശക്തമായ രൂപത്തിൽ നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ്. ഈ ആയത്തിന്റെ പകുതിയാണ്, ബാക്കിയാണ്. ഇതാ കളയ്ക്കും മനാസിക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ എങ്ങനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാപ്പാനെ ഓർക്കുന്ന പോലെ അല്ല, അതിനേക്കാൾ ശക്തമായിട്ട് ഓർക്കണം അല്ലാഹ്. നമ്മൾ ഒരു സമയം ഒഴിവില്ല. എന്നിട്ട് അല്ലാഹ് പറയാണ് വമിൻഹും, അവരിലുണ്ട് ചിലർ യഖൂലും, അവർ പറയും. എന്താ പറയുന്നത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്ന് പറഞ്ഞ അവസാനിപ്പിക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ദുനിയാവ് കൊണ്ട് പഠിച്ചോനെ, ദുനിയാവ് കൊണ്ട് പഠിച്ചോനെ, ദുനിയാവ് മാത്രം ചോദിക്കും ചില ആൾക്കാർ. ദുനിയാവിന്റെ സൗകര്യങ്ങളും ദുനിയാവിന്റെ കാര്യങ്ങളും ദുനിയാവ് മാത്രം ചോദിക്കും. അല്ലാഹ് പറയണം വമിൻഹും യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് പരലോകത്ത് ഒരു ഓഹരി ഉണ്ടാവില്ല. ജീവിതത്തിൽ ചോദിച്ചതൊക്കെ ദുനിയാവാണ്. അങ്ങനെ അത് മാത്രം ചോദിക്കുന്ന ആളുകൾക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല. തൊട്ടടുത്ത ആയത്താണ്. എന്നാൽ മനുഷ്യരിൽ തന്നെ ഉണ്ട് ചില, അവർ പറയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവ് കൊണ്ടാണ് നല്ലവർ പറയാം, ദുനിയാവിന്റെ ഹസനത്ത് കൊണ്ട പഠിച്ചോന്ന് പറയും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, പരലോകത്തിന്റെ ഹസനത്ത് കൊണ്ട പഠിച്ചോന്ന് പറയും. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ഇവിടെ എന്താണ് ഈ പറഞ്ഞ ഹസനത്ത്? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ദുനിയാവിന്റെ ഹസനത്ത് കൊണ്ട പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത്, ദുനിയാവിന്റെ ഹസനത്തിൽ ഒന്നാം സ്ഥാനത്ത് നല്ല മക്കളാണ്, നല്ല കുടുംബമാണ്, നല്ല ആരോഗ്യമാണ്, സാമ്പത്തിക ശേഷിയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാണ്, സഞ്ചരിക്കാനുള്ള നല്ല വാഹനമാണ്, നല്ല മുന്തിയ തരം ഭക്ഷണമാണ്. ഇതൊക്കെ ദുനിയാവിന്റെ ഹസനത്തിൽ എണ്ണിയ കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഒരു നല്ല കുടുംബം എന്നതാണ്. ദുനിയാവിന്റെ ഹസനത്തിൽ ഏറ്റവും പ്രധാനം. കാരണം ഈ വാഹനം എവിടുക്കാർക്കാം, ഈ ഭക്ഷണത്തിന്, ഈ സമ്പത്തിന്,
ഈ ആരോഗ്യത്തിനാണ്. ഇതൊക്കെ മടങ്ങി ചെന്നത് ഈ കുടുംബത്തിലാണ്, ഈ വീട്ടിലേക്കാണ്. നമ്മളെ കഠിനാധ്വാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ ആർക്ക് വേണ്ടി? നമുക്ക് ആരോഗ്യം ഉണ്ടാകണം. എന്തിന്? കുടുംബത്തെ പോറ്റണം, ആരോഗ്യം വേണം. ആണാവട്ടെ പെണ്ണാവട്ടെ, മക്കൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, മക്കളെ നല്ലോണം നോക്കണം. എന്തിനാണത്? കുടുംബത്തിന് വേണ്ടിയാണ്. അല്ലെ? എല്ലാം അങ്ങനെയാണ്, എല്ലാം അവിടേക്കാണ്. അപ്പൊ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നല്ല ഒരു കുടുംബം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ട് നമ്മൾ പറയാണ് ഇത് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, ഇത് മനസ്സിലുള്ള ആളുകൾക്ക്, അവർ സമ്പാദിച്ചതിന്റെ വലിയ ഒരു ഓഹരി അവർക്ക് കൊടുക്കുന്നതാണ്. ഒന്നാം ശരീരമ വളരെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതാണ്. എന്താണ് ഈ പറഞ്ഞത്? ഈ ചോദിച്ച റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്ത് എന്നതിന്റെ ആ പറഞ്ഞ ഒന്നാമത്തെ ഹസനത്താണ് നമ്മൾ മറ്റൊരു പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്ന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്നത്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്പറേറ്റ് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുക. ഇത് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി നമുക്ക് പറയാനും റബ്ബിനോട് ചോദിക്കാനും കഴിയണമെങ്കിൽ നമ്മൾ ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഈ പ്രാർത്ഥന കാണാതെ പഠിച്ചതുകൊണ്ടോ പ്രാർത്ഥനയുടെ അർത്ഥം ബാഹ്യമായി മനസ്സിലാക്കിയത് കൊണ്ടോ നമുക്കത് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ മകൻ, അവരിൽ നമ്മൾ കാണുന്ന കൺകുളിർമ എന്ന് പറഞ്ഞാൽ അവര് ഈമാനികമായി ജീവിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത ഏറ്റവും വലിയ മുതല് തൗഹീദാണ്, നൈരാണികത, ഈമാനാണ്, തഖ്വയാണ്, ഖുശൂഅാണ്. നമ്മൾ മക്കൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം, ഗിഫ്റ്റ്. റസൂൽ പറയുന്നുണ്ട്, ഒരു വാപ്പ മകൾക്ക് കൊടുക്കുന്ന, മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ഹുൽക്കാണ്, സ്വഭാവമാണ്, സൽസ്വഭാവമാണ് എന്ന് റസൂൽ പറയുന്ന ഹദീസിൽ കാണാം. എന്താണ് സൽസ്വഭാവത്തിന്റെ ഒന്നാം സ്ഥാനം? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം ഈമാനിൽ നിന്നുണ്ടാവുന്നതാണ്. ഈമാനിൽ നിന്നുണ്ടാവുന്നതാണ് സ്വഭാവം. സ്വഭാവം എന്ന് പറയുന്നത് വേർതിരിച്ച് പഠിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല. നന്നായി പെരുമാറാൻ ആർക്കാൻ പറ്റുക? ഈമാനുള്ളവർക്ക് പറ്റുള്ളൂ. നന്നായി സംസാരിക്കാൻ ആർക്കാൻ പറ്റുക? ഈമാനുള്ളവർക്ക് പറ്റുള്ളൂ. ഇതൊന്നും അറിയാതിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് റസൂൽ ഈമാൻ പകർന്നു കൊടുത്തത്. അപ്പൊ അവര് നന്നായി. നമ്മളെ മക്കളുടെ സ്വഭാവം നന്നാകണം, പെരുമാറ്റം നന്നാകണം, നമ്മളോടുള്ള സംസാര രീതി നന്നാകണം. അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭൗതികമായ ഏതെങ്കിലും ഒരു പാഠശാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കോഴ്സോ ഇവ തിരഞ്ഞെടുത്ത് അല്ല കോച്ചിങ്ങോ കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. അതുണ്ടാകണമെങ്കിൽ ഈമാൻ എന്റെ വാപ്പയാണ്, ഉമ്മയാണ്, അത് അറിയാൻ മനസ്സിലാക്കാതെ ഈമാൻ ഉണ്ടെങ്കിലേ അവരിൽ നിന്ന് വരുന്ന വാക്കിലും പെരുമാറ്റത്തിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലതുണ്ടാവുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നന്നായിട്ട് ജീവിക്കുന്നത് കാണാം. നമ്മളെ മക്കൾ വലുതായി അവർ ഏത് പൊസിഷനിലെത്തിയാലും അവര് പടച്ചവനെ മറക്കാതെ നിസ്കാരം കാര്യമൊക്കെ തൗഹീദ് അനുസരിച്ചിരിക്കുക. നമ്മളെ മകളെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു, നമ്മളെ കൊടുത്ത് തൗഹീദ് അവളെ കയ്യിലുണ്ട്, നമ്മളെ കൊടുത്ത് ഈമാൻ അവളെ കയ്യിലുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടില്ല, ശിർക്ക് ചെയ്യുന്നില്ല, ഖുറാഫാത്ത് ചെയ്യുന്നില്ല. ഇത് ഉറപ്പുവരുന്നത് നമുക്ക് സാധിക്കണം. നമ്മൾ ഏറ്റവും എപ്പോഴും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മളെ മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു, എന്നിട്ട് ആ മകനെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു, അല്ലെങ്കിൽ മകൻ മറ്റൊരു നാട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടിലേക്ക് പോയി, അതോടുകൂടി നമ്മൾ വളർത്തിക്കൊണ്ടുള്ള തൗഹീദൊക്കെ പോയി. അതൊരിക്കലും കുറവത്തായനല്ല. നമ്മളെ മകളെ നമ്മൾ ഇസ്ലാമികമായി തൗഹീദ് അനുസരിച്ച് ജീവിച്ചു, നമ്മളവിടെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു, അല്ലെങ്കിൽ അവർ വേറെ നാട്ടിലേക്ക് ജോലി തേടി പോയി, വേറെ സ്ഥലത്തേക്ക് പോയി, അവിടെ ചെന്നിട്ട് ഈ തൗഹീദൊക്കെ വിട്ടു, ഈ ദീനൊക്കെ വിട്ടു, ഖുറാഫാത്തും ഷിർക്കും മാത്രമാണ് അവർക്കുള്ളതെങ്കിൽ നമുക്കൊരിക്കലും ആ മകളിലൂടെ കണ്ടുകൊള്ളാൻ കിട്ടുമെന്ന് വിചാരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നിസ്സാരമായ കാര്യമില്ല. എപ്പോഴും നമ്മുടെ ഹൃദയം ചേർന്ന് നിൽക്കുന്ന കാര്യം എന്താ സഹോദരങ്ങളെ? നമ്മളെ കണ്ണ് നിറയുന്നതും നമ്മളെ കണ്ണ് മിടറുന്നതും
നമ്മുടെ ഹൃദയം വേദനിക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ഏത് വിഷയത്തിലാണ്? നമ്മുടെ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും നമ്മളെ കണ്ണ് നിറഞ്ഞതും നമ്മുടെ ഹൃദയം വേദനിച്ചതും എല്ലാം നമ്മളെ ശബ്ദമിടറിയതും ഒക്കെ, നമ്മളെ സംസാരിക്കുന്നതിനിടക്ക് ശബ്ദമിടറി കണ്ണുനീര് വന്നത്, നമ്മൾ ഏവി കരഞ്ഞത്, നിങ്ങൾ എടുത്തു നോക്കി എത്ര പ്രായം നമുക്കായി ഇത്രയും കാലത്തെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കാര്യത്തിൽ തർക്കം. ഇവിടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു ദുരന്ത വാർത്ത കടന്നു വരുന്നത് സഹിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയല്ല, സ്വന്തം വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് വരുമ്പോൾ. ഇവിടെ കഴിഞ്ഞ ദിവസം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ നാട്ടിലെ പത്രത്തിലും എല്ലാ വാർത്താ മീഡിയകളൊക്കെ വന്ന സംഗതിയാണ്. അയൽപക്കത്തെ ഒരു കുട്ടി, 8 വയസ്സുകാരനായ കുട്ടി പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയതാണ്. ഒരു 8 വയസ്സുകാരൻ പള്ളിക്ക് നിസ്കരിക്കാൻ പോവാന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ ഈമാനെന്ന് ആലോചിച്ചിട്ട് എല്ലാ കണ്ണുകളും പോകില്ലല്ലോ. ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി പള്ളിയിലേക്ക് എന്നും നിസ്കരിക്കാൻ വേണ്ടി പോകും. ജനാത്തിൽ പോകുന്ന ഒരു കുട്ടി 2 ദിവസം മുമ്പ് നമ്മളെ തൊട്ടടുത്ത പ്രദേശം മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത സ്ഥലത്ത് നമ്മുടെ സംഭവമാണ്. പള്ളിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് തൊട്ടടുത്ത വീട്ടിലൂടെ ആ കാര്യം പോയ കുട്ടിക്ക് എളുപ്പമാണ്. ആ കുട്ടി അങ്ങനെ പോവുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് റിമോട്ടിൽ നിയന്ത്രിക്കുന്ന ഒരു ഗേറ്റാണ്. ആ ഗേറ്റിന് അടഞ്ഞു വരുന്നുണ്ട്. ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടി കടക്കുന്ന സമയത്ത് ആ ഗേറ്റ് വന്ന് ഈ കുട്ടിയുടെ ശരീരത്തിൽ അത് ടൈറ്റായി കഴുത്ത് മുടിയിപ്പോയി. കഴുത്ത് വലിക്കാൻ കിട്ടിയില്ല. ആ കഴുത്തിലേക്ക് ആ ഗേറ്റ് വന്ന് അടഞ്ഞു. ശ്വാസം മുട്ടി ഒന്ന് ഉറക്കെ കരയാൻ പോലും ശബ്ദം ഉണ്ടാക്കാൻ പോലും കഴിയാതെ ആ കുട്ടി സ്പോട്ടിൽ മരിച്ചു. താൻ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഗേറ്റ്, ആ സ്പോട്ടിൽ ആ കുട്ടി പെടഞ്ഞ് മരിച്ചത്. ആ മരണമല്ല പ്രശ്നം, അയൽവക്കത്തെ കുട്ടി. ആ വീട്ടുകാരൻ ആ വീട്ടുകാരൻ ഇനി ആ വീട്ടിൽ താമസിക്കുന്ന കാലം അത്രയും ഒരു ദിവസം എത്ര തവണ ഗേറ്റ് തുറന്നടക്കണം? ആ ഗേറ്റ് തുറന്ന് അടയുന്ന കാലം അത്രയും ഈ കുട്ടി ശ്വാസം മുട്ടി മരിച്ച ആ രംഗം ഓർക്കാതെ ആ ഗേറ്റ് തുറന്നടക്കാൻ കഴിയുമോ? എത്ര കാലം കഴിഞ്ഞാൽ അത് മറക്കാൻ പറ്റും? ഞാനിത് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ പോവില്ല. അതേപോലെ നമ്മുടെ നാട്ടിൽ എത്ര ദുരന്തം നടന്നിട്ടുണ്ട്, നമ്മുടെ നാടുകളിൽ എത്ര ആളുകൾ മരണപ്പെട്ട ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പോയില്ലേ നമ്മുടെ മനസ്സിന്ന്? നമ്മളപ്പോ വേദനിച്ചു, പിന്നെ അതൊക്കെ പോയി. എന്നാൽ ചിലത് പോകാതെ അടയാളമായി നിൽക്കും. മരിക്കുന്നത് വരെ ഉള്ളിൽ പോകാൻ കഴിയാതെ. അള്ളാഹു നമ്മളെ പടച്ചിട്ട് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയോ? എന്താ അനുഗ്രഹം? പടച്ചെന്ന ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണ്. പലതും മറക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. മറക്കാനുള്ള കഴിവില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പല ദുരന്തങ്ങളും നമ്മൾ മറന്നുപോകാൻ മറക്കുന്നത് കൊണ്ടാണ് ജീവിക്കാൻ പറ്റുന്നത്. മറക്കാതിരുന്നാൽ പറ്റില്ല. എങ്കിൽ ചിലത് മറക്കാൻ കഴിയില്ല. അത് നമ്മുടെ സ്വന്തം വീട്ടിലും കുടുംബത്തിലായിരിക്കും. അത് എന്നും ഒരു അടയാളമായി, എന്നും ഒരു നെരിപ്പോളായി, ഒരു വിങ്ങലും തേങ്ങലുമായി, സങ്കടമായി അത് മായാതെ നിൽക്കും. ഇത് കാരണം നമ്മുടെ വീട്ടുമുട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സ്വന്തത്തിലും സംഭവിക്കുന്നത് കൊണ്ടാണ്. ഞാനിത് പറഞ്ഞത് നമ്മുടെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അഅ്യുൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ണിന്റെ കുളിർമ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഒരു ആശയം നമ്മളോട് പല സൂറത്തുകളിലായി ചോദിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും കടന്നു വരുന്നൊരു വാക്ക അഫഅമിന കേട്ടില്ല? എന്താ അർത്ഥം? നിർഭയരാണോ? ഒരു സ്ഥലത്ത് പല സ്ഥലത്ത് ചോദിക്കണ്ടേ? അള്ളാഹ് ചോദിച്ചൊരു ചോദ്യത്തിന് ദുനിയാവിൽ നിന്ന് മറുപടി പറയാൻ സാധിക്കൽ വളരെ പ്രധാനപ്പെട്ട സംഗതി. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ദുനിയാവിൽ വെച്ച് മറുപടി പറയാൻ കഴിയാതിരുന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ രൂപത്തിലുള്ള നഷ്ടമായിരിക്കും. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് അല്ലാഹുമ്മ ആമിൻ റൗഅതി. പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം.
എൻ്റെ ഭയാശങ്കകളിൽ നിന്ന്, എൻ്റെ ഭയപ്പാടുകളിൽ നിന്ന് എനിക്ക് നിർഭയത്വം കൊണ്ട പടച്ചോനെ, നിർഭയരാണോ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. എങ്ങനെയാണ് നമ്മൾ സന്തോഷത്തോടെ കൺകുളിർമയോടെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുടുംബം, ആ കുടുംബം പെട്ടെന്ന് ശിഥിലമാകാണ്, താളം തെറ്റാണ്, പെട്ടെന്ന് പ്രശ്നം കടന്നു വരികയാണ്. ചേട്ടനും അനുജനും, ചേട്ടന്മാരും അനുജന്മാരും, ബാപ്പയും മക്കളും വളരെ ഐക്യത്തോടെ കച്ചവടം നടത്തുന്നു, വളരെ സ്നേഹത്തോടെ അവർ ബിസിനസ് നടത്തുന്നു, വളരെ സ്നേഹത്തോടെ അവർ ജീവിക്കുന്നു. അവർക്കിടയിലേക്ക് ഒരു പ്രയാസം കടന്നു വരുന്നു. ആ പ്രയാസം സംസാരമായി, വാക്ക് തർക്കങ്ങളായി. ഈ വാക്ക് തർക്കങ്ങൾ ചേട്ടനും അനുജനും തമ്മിലുള്ള ബന്ധം മുറിയാൻ കാരണമായി. അങ്ങനെ ആ ബന്ധം മുറിഞ്ഞതോട് കൂടിയിട്ട് ഈ കുടുംബം വെറുതെ ഇല്ലേ. അന്ന് വരെ ഈ കുടുംബം അനുഭവിച്ച സമാധാനം, അന്ന് വരെ ആ കുടുംബം അനുഭവിച്ച സ്വസ്ഥതയുണ്ട്, അത് തകർന്നില്ലേ. എന്തൊരു സ്നേഹമാണ് ചേട്ടന്മാർ അച്ഛന്മാരും തമ്മിൽ, ബാബിയും മക്കളും തമ്മിൽ. പെരുന്നാൾ ഒരുമിച്ച് കൂടുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് യാത്ര പോകുന്നു, ഒരുമിച്ച് കച്ചവടം നടത്തുന്നു, ലാഭവും നഷ്ടവും പങ്കിടുന്നു, ആർക്കും ഒരു പരാതിയില്ല, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവിടേക്കാണ് സുപ്രഭാതത്തിൽ ഒരു ചെറിയൊരു വിഷയം കടന്നു വരുന്നത്. അത് തർക്കമായി, സംസാരമായി, ബന്ധം മുറിയനായിട്ട് മാറി. അതുവരെ വെള്ളത്തിൽ പോയില്ലേ, മുഴുവൻ പോയില്ലേ. എന്താ തകർന്നത്? നമ്മളെ ഈ പ്രാർത്ഥന പൊളിഞ്ഞു. നമ്മളെ ഈ പ്രാർത്ഥന പൊളിഞ്ഞു. നാം പ്രാർത്ഥിച്ച് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയ ഈ കെട്ടുറപ്പ് സമാധാനം തകരുകയാണ്. ഇത് നമ്മളൊന്നും കാണല്ലാതെ വരും. സഹോദരങ്ങളെ, ഞാൻ വേറെന്തോ പറയുന്നു എന്ന് ധരിച്ചു വെക്കരുത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ എന്ന പ്രാർത്ഥനയിൽ ഒരുപാട് ആയത്തുകളിലൂടെ വന്ന ഒരു ആശയമാണ് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ കാരണം അല്ലാതെ വരുന്നുണ്ട്. ഇത് നമ്മൾ കാരണം വന്നതാ ഈ ബന്ധത്തിൻ്റെ. ഇത് നമ്മളല്ലാതെ തന്നെ നോക്കിയത്. കുവൈറ്റിൽ ഒരു ബിൽഡിംഗ് കത്തി, കുവൈറ്റിൽ ഒരു ബിൽഡിംഗ് കത്തിയിട്ട് 50ഓളം ആൾക്കാർ വെന്തു മരിച്ചു. 26 മയ്യത്താണ്, മലയാളികൾ 26 മയ്യത്താണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മളെന്താ വായിച്ച സാധാരണ പറയും, ഗൾഫിൽ നിന്ന് പ്രവാസികൾ വരുമ്പോൾ പെട്ടിയേറ്റ് വരും, ലഗേജ് വരും അല്ലെ. ഇത് പ്രവാസികളുടെ ലഗേജ വന്നത്. ഒരു പത്രങ്ങളൊക്കെ എഴുതിയത്, ഒരു പ്രവാസി വന്നാൽ ചോദിക്കണം, ആദ്യത്തെ ചോദിക്കാൻ എന്നാ തിരിച്ചു പോകാൻ അല്ലെ. എങ്കിൽ നീ എന്നാ തിരിച്ചു പോകാന്ന് ചോദിക്കാത്ത, 26 പെട്ടിയാണ് അവിടെ എത്തിയത്. അതിൽ പാതി വെണ്ട മയ്യത്തുണ്ട്, മുഴുവൻ വെണ്ട മയ്യത്തുണ്ട്. മുഖം മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ മയ്യത്തുണ്ട്, കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത മയ്യത്തുണ്ട്. അത് പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 26 മയ്യത്ത്. എന്താ പത്രം എഴുതുന്ന അറിയുന്നത്? കുടുംബത്തിന്റെ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടി നാട് വിട്ടു പോയ ആൾക്കാർ, സഹോദരിമാരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പോയവരുണ്ട്, പ്രായമായ വാപ്പാനും ഉമ്മാനും പരിചരിക്കാൻ, മരുന്ന് വാങ്ങിക്കൊടുക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാതെ അത് ആഗ്രഹിച്ചു പോയവരുണ്ട്. കടബാധ്യതകൾ വന്നിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ കടബാധ്യത തീർക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പോയവരുണ്ട്. വീടുണ്ടാക്കിയിട്ട് പകുതി വീടെത്തിയിട്ടുള്ളൂ, അത് മുഴുവനാക്കി കുടുംബത്തെ താമസിപ്പിക്കണം, അത് ആഗ്രഹിച്ചു പോയവരുണ്ട്. അങ്ങനെ പല മനുഷ്യർ പല ആഗ്രഹങ്ങൾ വെച്ചാ പോയത്. ഈ ആഗ്രഹങ്ങളൊക്കെ ആർക്കാ സഹോദരങ്ങളെ? എന്തായിരുന്നു ഈ ആഗ്രഹം? മുഴുവൻ കുടുംബത്തിന്റെ കാര്യമാണ് അല്ലെ. കുടുംബത്തിന് വേണ്ടിയുള്ള കാര്യം, കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ, ഇതെല്ലാം തകർന്നില്ലേ? ഒരു തീഗോളമായി അതെല്ലാം തകർന്നു. ഇതേ പ്രവാസി വരാനിരിക്കുകയാണ്, മരിച്ച ഒരാള് വരാനിരിക്കുകയാണ്. സാധാരണ ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം, നാട്ടിൽ പോകാൻ തീരുമാനിച്ച ഒരു പെട്ടി കൊണ്ടുവന്നു, ഒരു അട്ടപ്പെട്ടി റൂം കൊണ്ടുവന്നു, 2 മാസം 3 മാസം ഒരു അട്ടപ്പെട്ടി കൊണ്ടുവന്നു. എന്നാൽ അതിലങ്ങനെ സാധനങ്ങൾ നടക്കും. കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും, പേരക്കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും, ഭാര്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ റൂമിൽ ഇങ്ങനെ കൊണ്ടുവന്ന പെട്ടിയിൽ ഇങ്ങനെ നടക്കും. എന്നിട്ട് ആ അട്ടപ്പെട്ടി നിറച്ചിട്ട് പോരിന് തലേന്ന് പോരുന്ന സമയത്ത് ഒരു തൂക്കലുണ്ട്. ആ തൂക്കുന്ന സമയത്ത് 2 കിലോ 3 കിലോ കൂടുതലാണ്. പിന്നെ ആ 3 കിലോ എങ്ങനെ ഒഴിവാക്കാം? ഒന്നും ഒഴിവാക്കാൻ പറ്റിയില്ല. കാരണം ഓരോന്നും ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് എടുക്കുമ്പോൾ അത് ഇന്ന ആള് പറഞ്ഞതാണ്, അത് മോൾ ആവശ്യപ്പെട്ടതാണ്, ഇത് മോൻ പറഞ്ഞതാണ്, ഇത് പേരക്കുട്ടി പറഞ്ഞതാണ്, എല്ലാം ഇതിന്റെ മക്കൾ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അവസാനം അത് കെട്ടി എയർപോർട്ടിൽ വന്ന്, അങ്ങനെ എയർപോർട്ടിലെ തുലാസിൽ തൂക്കിയപ്പോ ആ
അത് ഇവിടുത്തെ 33-32 ഉള്ളൂ, അല്ലെങ്കിൽ 31 ഉള്ളൂ. ശരി, അപ്പോ ആ 1.5 പ്രശ്നം പോയി. അങ്ങനെ ലഗേജ് അത് പോയപ്പോഴാണ് അൽഹംദുലില്ലാഹ് സമാധാനമായത് അല്ലെ. അങ്ങനെ ഒരുമിച്ച് കൂട്ടി വെച്ച ഒരു പ്രവാസി, ആ ഫോട്ടോ നിങ്ങൾ, ആ ബാഗ്, ആ അട്ടപ്പെട്ടി കത്തി, ആ അട്ടപ്പെട്ടിയുടെ മുഴുവൻ സാധനങ്ങളും കത്തി. ഒന്നുമില്ല ഈ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, മക്കൾക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുമിച്ച് കൂട്ടിയ ഒന്നും കൊണ്ടുവരാൻ കഴിയാതെ ആ വ്യക്തിന്റെ മയ്യത്താണ് കൊണ്ടുവന്നത്. കൈകാലുകൾ മുറിഞ്ഞ ആൾക്കാർ, ശ്വാസം മുട്ടി മരിച്ച ആൾക്കാർ, എത്രയോ ആൾക്കാർ ഇപ്പോഴും ആശുപത്രിയിൽ ഈ മരിച്ച ആൾക്കാരെ കൂട്ടത്തിൽ പെട്ടിരുന്നെങ്കിൽ ആഗ്രഹിച്ച് കിടക്കുക. ഈ മരിച്ച ആൾക്കാരെ കൂട്ടത്തിൽ ഒരാളായാൽ മതിയായിരുന്നു ഞാൻ എന്ന് ആഗ്രഹിച്ച് കിടക്കുന്നവരുണ്ട്. കാരണം കയ്യും കാലും മുറിഞ്ഞവർ, പാതി വെന്തിട്ടും മരിക്കാതെ കിടക്കുന്നവർ, ശരീരം പാതി വെന്തിട്ടും മരണം വരാതെ കിടക്കുന്ന ആൾക്കാർ, ആശുപത്രികളിൽ വളരെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന നിരവധി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പോയി ആശുപത്രിയിൽ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച് കിടക്കണം. സഹോദരങ്ങളെ, അവർക്കൊരു കുടുംബമുണ്ട്, അവർക്കൊരു വീടുണ്ട് അല്ലെ. ഈ 26 മയ്യത്തുകളെ കാത്തിരുന്ന വീട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. കാരണം ഈ വിഷയം ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത്ര ക്ലാസ്സുകളിൽ നമ്മൾക്ക് പറഞ്ഞു വരുന്നത് ഇത് നമ്മുടെ ചങ്കോട് ചേർന്ന സംഗതിയാണ്, ഹൃദയത്തോട് ചേർന്ന സംഗതിയാണ്. ഇത് കേൾക്കാതെ, അറിയാതെ, പഠിക്കാതെ പോയിക്കൂടാ. സജീവമായ നമ്മുടെ ചർച്ചയിലും സജീവമായ നമ്മുടെ പരിഗണനയിലും വരേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന നമ്മൾ തദ്ദൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇതിൽ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു, ഒരുപാട് ആയത്തുകൾ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ മക്കളെയാണ് അല്ല, സുവാജിന ദുര്യാത്തിന്, ആ ദുര്യാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞ ആയത്തെന്ന് പറയട്ടെ. ഇതേയും അവസാനം പറഞ്ഞ ആയത്ത് 38. ഇനി നമുക്ക് ചില മാതൃകകൾ കാണാം. ഇവിടെയും അതാണല്ലോ വേണ്ടത് അല്ലെ. നമുക്ക് മുന്നിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും, നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാകും. അത് ഒരു പക്ഷെ നമ്മളെ വാപ്പയിക്കാരൻ അല്ലെങ്കിൽ ഉമ്മയിക്കാരൻ, ചിലപ്പോൾ അമ്മായിമാരെ അതിന് പറ്റാത്തവരാകും. എന്നാൽ നാട്ടിൽ വേറെ ഒരാളുണ്ടാകും, കുടുംബത്തിൽ ഒരാളുണ്ടാകും അല്ലെ. അതൊരു മനുഷ്യന്റെ ഏത് കാലത്തും അനുകരിക്കുക എന്നൊരു മനുഷ്യന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉസ്വത്തുൽ ഹസന, ഉത്തമമായ മാതൃക അല്ലെ. ആ മാതൃക നമുക്ക് എന്തിനാണുള്ളത് ആലോചിച്ചിരിക്കുക. വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഗോത്രക്ഷക്കാരാണെന്ന് ഒന്നിയത്തെ കറത്തി ഇരിക്കാനല്ലേ അയ്യാമ തശ്രീക്കൊക്കെ കഴിഞ്ഞ് എന്താ തശ്രീക്കുന്നത്? അയ്യാമ ദിവസം തശ്രീക്കുന്ന അയ്യാമ തശ്രീക്കുന്ന 11, 12, 13 അസുര അല്ലെ. എന്താ തശ്രീക്ക്? തശ്രീക്ക് എന്ന വാക്ക് ഉണക്കണ, പരിമാംസം, ബലിമൃഗത്തിന്റെ ഇറച്ചി ഉണക്കി സൂക്ഷിച്ച് അത് ദിവസങ്ങളോളം ഭക്ഷിക്കും. അതാണ് തശ്രീക്ക്. നമ്മള് ഫ്രിഡ്ജിലേക്ക് കയറ്റല, ഉണക്കലല്ല. അന്ന് ഉണക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ബലിമൃഗത്തിന്റെ മാംസം ഉണക്കി സൂക്ഷിക്കും. അങ്ങനെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഉണക്കാണ്ട് എല്ലാവരും കിട്ടിയിട്ടു. ബലിമൃഗത്തിന്റെ മാംസം ഉണക്കിയിട്ട് ഒന്ന് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി. എക്കൊല്ലത്ത് കഴിഞ്ഞു ക്ഷതാർത്ഥനം നോക്കാം. ആ മാംസം, നമ്മുടെ അടുത്ത മാംസം ഒരു ഓഹരി നമുക്കുള്ളതാണ്. ഒരു ഓഹരി നമ്മൾ ചോദിച്ചു വരുന്ന ആൾക്കാരെ വീട്ടിൽ കൊടുക്കുക, ഒരു ഓഹരി പാവങ്ങൾക്ക് പുറത്തയക്കുക. ചോദിച്ചു വരുന്നില്ലെങ്കിൽ ആ ഓഹരിയും കൂടി എന്ത് ചെയ്യുക? പുറത്തയക്കുക. ഒരു ഓഹരി വീട്ടുകാർക്ക് തിന്നാനുള്ളതാണ്. ബലിമൃഗത്തിന്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിപെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞ് ആദ്യം കഴിച്ചിരുന്ന മാംസം ബലിമൃഗത്തിന്റെ മാംസം നല്ലോ നല്ലോണം തിന്നണ്ട, കുടിക്കേണ്ട ദിവസം, നല്ലോണം തിന്നണം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ 3 ദിവസം പഠിച്ച തന്നെയല്ലേ. ആ 3 ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ഇതുപോലെ നമ്മളുടെ മറ്റേ കർക്കിടകാവിന് നല്ലോണം തിന്നണമെന്ന് പറയില്ലേ സാധാരണ മലയാളികൾക്കിടയിൽ. അയ്യാമത്തെ ശരിക്കുന്ന ദിവസം നല്ലോണം തിന്നണം, കുടിക്കണം, നല്ലോണം തിന്നാ. കൊളസ്ട്രോൾ ആണ് അതാണെന്ന് പറഞ്ഞിട്ടല്ല, തിന്നോളി നല്ലോണം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയ്യാമത്തെ ശരിക്കാൻ 3 ദിവസം
അന്നത്തെ ദിവസം 3 ദിവസം അത് അള്ളാഹു ആ ദിവസത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക ഘടകങ്ങൾ അതിൽ നമുക്ക് വിശ്വാസം നേട്ടമുണ്ട ഈ ഭക്ഷണം തന്നിട്ട് ഒരു കലകാറുണ്ടാവില്ല. പിന്നെ നമുക്കിപ്പോൾ ഉള്ളത് എന്താണെന്നറിയോ, നമ്മള് ഇപ്പൊ 40 വയസ്സായ ഇന്നോട് ചോറുണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു 40 വയസ്സായ ഇന്നോട്. കാരണം എന്താ, 70 കൊല്ലത്തിനുള്ളിൽ ചോറ് പത്രം നീങ്ങുന്നു. 40 വയസ്സായ ആളോട് നിങ്ങള് ചോറുണ്ടായിരുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എന്തുകൊണ്ടാ പറഞ്ഞത്? ഒരു 70 വയസ്സ് വരെ തിന്നാണ്ട് ചോറ് ഇപ്പൊ തന്നെ തിന്നു, അതാണ് പ്രശ്നം. അതല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് റസൂൽ പറഞ്ഞ പോലെ ജീവിച്ചാല് ഒരു തിരക്കടില്ല. വയറിന്റെ 3 ഭാഗം, ഒരു കൊളസ്ട്രോൾ ഷുഗർ ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഭക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യാമ തശ്രീഖിന്റെ ദിവസം ചെയ്യാം, നല്ലോണം ഭക്ഷണം കഴിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇതിനെപ്പറ്റി പറഞ്ഞത് അയ്യാമ തശ്രീഖ് എന്നാ പറഞ്ഞത്? ഇബ്രാഹിം നബിന്റെ കുടുംബം പറയാനാ. ഇബ്രാഹിം നബിന്റെ കുടുംബത്തിലെ കൺകുടുംബം പറയാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളാ അല്ലേ? ആ ദിവസമല്ലേ അയ്യാമുൽ തശ്രീഖ്, അതല്ലേ അറഫത്തല്ലേ, ഹജ്ജല്ലേ, മിനാദല്ലേ, എല്ലാം ഇബ്രാഹിം നബിയുടെ ജീവിതം ഉസ്വത്തുൽ ഹസന. നമ്മൾ ആലോചിച്ച് നോക്കി, എന്ത് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്ത് കൺകുടുംബമാണ് ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ ഉണ്ടായത്? ഒരു മനുഷ്യനെ ഇട്ടിട്ട് ഓടിക്കണം മനുഷ്യൻ ഇബ്രാഹിം നബിനെ. ഇങ്ങനെ അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹം കൊടുത്ത ആളാണ് ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി കുടുംബത്തിനും ബർക്കത്ത് കൊടുത്ത പോലെ മുഹമ്മദ് നബി കുടുംബത്തിനും ബർക്കത്ത് കൊടുക്കുന്ന പ്രാർത്ഥിക്കണം. നമ്മൾ ഏറ്റവും വലിയ ബർക്കത്ത് കൊടുത്ത അനുഗ്രഹം കൊടുത്ത കുടുംബം ഇബ്രാഹിം നബി കുടുംബമാണ്. അള്ളാഹു പറഞ്ഞു റസൂൽ പഠിപ്പിച്ചത്. നമ്മൾ തന്നെ നമ്മളെ കാഴ്ചപ്പാട് വലിയ അനുഗ്രഹം കിട്ടിയ കുടുംബം എന്നുള്ള കുറെ കാഴ്ചപ്പാട് സംഘത്തിൽ നമുക്കുണ്ടല്ലോ. അത് വെച്ചിട്ട് ഇബ്രാഹിം നബിയുടെ കുടുംബം ആലോചിച്ചു ഉണ്ടാകും. മക്കത്തെത്തി അവിടെ ആക്കിയിട്ട് പോയി, മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല, തുള്ളി വെള്ളം കിട്ടാനില്ല, ഒന്നുമില്ല. കാബന്റെ തറ മാത്രം പൊളിഞ്ഞു നടക്കണുള്ളൂ. തിരിച്ചുപോയി ആ കഥ മാത്രം നോക്കിയാണ് ഓടാണ്. ഹാജറാബീവി ഓടിയത്രയൊന്നും നമ്മൾ ഓടിക്കില്ല സൗകര്യങ്ങളുടെ ജീവിതത്തിൽ. ഹാജറാബീവി ഓടിയത്രയോ നമ്മളാരും ഓടിക്കില്ല. ആ ത്യാഗം എന്താണെന്നറിയോ? ആ കുടുംബത്തിൽ കാണുന്ന കൺകുടുമയാണ് ഞങ്ങൾക്ക് കാണിച്ചതാ. ഈ കുടുംബത്തെ അറിവ് മക്കളിൽ ഭാര്യയുടെ കൺകുടുമനെ ഇബ്രാഹിം ചെയ്ത് കാണിച്ചതാ. ഇബ്രാഹിം പോവുകയാണ് മക്കത്താക്കി, എവിടുക്കാ പോണത്? ഇറാഖിൽ പോവാണ്. അപ്പൊ ഭാര്യ ചോദിക്കാണ്, അല്ല ഈ ഒരു മനുഷ്യൻ താമസിക്കാത്ത ഈ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത കുറെ മലകൾ മാത്രമുള്ള മക്കത്തൊരു മനുഷ്യനില്ല. വൈദ്യക്കൻ പോക്കണം ഒന്നുമില്ല. ഇവിടെ ആക്കിയിട്ട് ദിവസങ്ങളായി യാത്ര പുറപ്പെട്ടു വന്നതാ. ആ കുഞ്ഞിന് കൊടുക്കാൻ ഒരു തുള്ളി മുലപ്പാൽ പോലും ആദരക്കില്ല, വെള്ളമില്ല, ഒരു തുള്ളി വെള്ളം കിട്ടാത്ത മരുഭൂമിയാ. അവിടെ ആക്കിയിട്ട് ഒന്ന് വിളിച്ച് കരഞ്ഞാൽ പോലും മനുഷ്യ ഓടി വരാനില്ല. പോവാൻ ഏതെങ്കിലും ഭാര്യമാർക്കുണ്ടോ? നമ്മളെ ഭാര്യനായിട്ട് ഒന്നിങ്ങനെ അങ്ങാടി പോയിട്ട് വളർത്ത് ഇപ്പൊ വരാൻ പറഞ്ഞാൽ കൈ പിടിക്കും, എന്നിട്ടൊക്കെ പോയി അല്ലേ? ഇതിവിടെ ആക്കിയിട്ട് പോവാൻ, തിരിച്ചു പോവാൻ. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ചോദ്യം അറിയാം? അള്ള കൽപ്പിച്ചതാണോ ഈ പോക്ക്? അതെ, എനിക്ക് ഞങ്ങൾ തള്ളാമോ? അതൊരു വഴി കാണിച്ചു. ഇതിലും വലിയ ഒരു ഭാര്യയിൽ ഒരു സൗജത്തിൽ കിട്ടേണ്ട ഗുണത്തിന് കാരണം പൊയ്ക്കോളൂ. നെഞ്ഞത്തരച്ച് കരഞ്ഞിട്ടില്ല, സങ്കടം പറഞ്ഞിട്ടില്ല, വേവലാതി പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. അള്ള പറഞ്ഞതാണോ? പൊയ്ക്കോളൂ. അതാണ് ഗുണത്താൻ. പോയി വർഷങ്ങൾക്ക് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോ അവിടെ ബാക്കിയുള്ള സംഭവങ്ങളെ അള്ളാഹു തവക്കുലാക്കി, അള്ള കൊടുത്തു. അള്ളാഹു തവക്കുലാക്കി, അള്ള കുറച്ചു ഇബ്രാഹിം പോയി, കുറച്ച് ഓടിച്ചു. അള്ള കുറച്ച് ഓടിച്ചു, ഓടിക്കും പഠിച്ച നമ്മളെ ഓടിക്കും. ദുര്യാവി നമ്മളെ പരീക്ഷിക്കും പഠിച്ച. ഓടുന്നത് നോക്കി ആദ്യം ഓടി. കുട്ടിനെ കിടത്തിക്കാൻ പോയില്ലേ, വെള്ളം ഉണ്ടെന്ന് അന്വേഷിക്കാൻ. കുട്ടി കരയാണ്, ഒരു തുള്ളി വെള്ളമല്ല, മരിക്കും ഉറപ്പാ. സഫാ മറുകടയിൽ ഓടി തിരിച്ചു വന്നപ്പോൾ കാണുന്നത് എന്താ? വെള്ളമാണ് കാണുന്നത്. 7ാമത്തെ തവണ മറവിയിലെത്തി, ഓട്ടം നിർത്തി, കാരണം കുട്ടിയുടെ കരച്ചിൽ നിന്നു. ഓടി വരികയാണ്. ഓടി വന്നപ്പോൾ കാണുന്നത് വെള്ളത്തിൽ കിടക്കുന്നതാണ് സംസം. അന്ന് ഉറവ് പൊട്ടിയതാ. ആ സംസം ഇന്നും അവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് ഹാജിമാര് 5-10 ലിറ്റർ നാട്ടിൽ കൊണ്ടുക. മക്കത്തും മദീനത്തും ലക്ഷക്കണക്കിന് ഹാജിമാര് കുടിക്കുന്നത് സംസം മാത്രം.
ലക്ഷക്കണക്കിന് ഹാജിമാർ വെള്ളം കുടിക്കുകയാണ്. മക്കത്തും മദീനത്തും. മക്കത്തും മദീനത്തേക്ക് വൈകിട്ടുള്ള ഹറമിലെ മദീനത്തെ 600 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹറമിലെ വെള്ളവും കുടിവെള്ളവും സംസമാണ്. ഇന്നേ വരെ തുള്ളി വെള്ളം കുറഞ്ഞിട്ടില്ല. തുള്ളി വെള്ളം കുറഞ്ഞിട്ടില്ല സംസം കിണറിൽ. ഇന്നും ആ വെള്ളം ഉറവ് പൊട്ടിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഖബറുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, പരലോകമുണ്ട്, പടച്ചോനുണ്ട്. അതിന്റെ തെളിവാണ് ഇതൊക്കെ. ഉണക്കട്ടെ, അത് അമ്മ കൊടുത്തു. കാരണം എന്താ? നമുക്കെന്താ, നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകളുടെ പ്രതീക്ഷ പോലും പടച്ചോണി നമുക്കില്ല. നമ്മളെ തത്വന്റെ ഈമാന്റെ കുറവാ. തൊട്ടടുത്തിരിക്കുന്ന ആളുകളുടെ പ്രതീക്ഷ പോലും നമുക്കില്ല. തവക്കുലാക്കി ഇബ്രാഹിം നബിക്കെതിരിൽ ഭരണകൂടം അല്ലെ. നമ്മളെന്താ പറയുന്നത്? ഭരണകൂടത്തെ ഇപ്പൊ ഭയങ്കര പേടി. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമോ, ഇവിടുന്ന് പോകേണ്ടി വരുന്ന നാല് കാലത്തോ ഒക്കെ നമുക്ക് പേടിയാ. എല്ലാ ഇസ്ലാമിനെതിരിലാണ്, മുസ്ലിങ്ങൾക്കെതിരിലാണ്. നമ്മളാകെ ബേജാറുകളാണ്. ഇബ്രാഹിം നബിയുടെ ജീവൻ നോക്കി എന്താ പറയുക? മാതൃക ഭരണകൂടം ഇബ്രാഹിം നബിക്കെതിരാണ്. ആ നാടിന്റെ ഭരണം ഇബ്രാഹിം നബിക്കെതിരാ. സ്വന്തം വാപ്പവരെതിരാണ്. ആ നാട് മുഴുവനെതിരാ. തീ കുണ്ടാരുണ്ടാക്കിയിട്ട് വലിച്ചെറിയുമ്പോ അവസാനം പറഞ്ഞ വാക്കെന്താ? അത് വലിച്ചെറിയുമ്പോ തവക്കുലാണ്. ഇത് നമുക്ക് ഇല്ലാതെ പോയി. ഇതിലാണ് നമുക്ക് മാതൃക. അള്ളാഹുവിൽ വരവേൽപ്പിക്കണം, അള്ളാഹുവിൽ തവക്കുലാക്കണം. എന്ത് പ്രതിസന്ധി മാറി കിട്ടും, ഏത് പ്രയാസം മാറി കിട്ടും. പോയി ഇബ്രാഹിം പോയിട്ട് പിന്നെ വരുമ്പോ കുട്ടി ഓടി നടക്കുക. ഈ മരന്ന് കിടക്കണ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി തിരിച്ചു വരുമ്പോ ഇസ്മായിൽ നബി ഓടി നടക്കണ പ്രായം. വാപ്പ വരിക. വാപ്പ വന്നിട്ട് വാപ്പ ലഗേജ് ഗൾഫ് പോയിട്ട് പെട്ടിട്ട് വരില്ല. വാപ്പ വരുന്ന കത്തേറ്റ. വാപ്പ വരുന്ന കത്തേറ്റ. എന്നിട്ട് വന്നിട്ട് പറയാൻ എന്താ പറഞ്ഞത്? അറുക്കാൻ കൽപ്പന ഉണ്ട്. എന്താ മോൻ പറഞ്ഞത്? എന്നിട്ടിട്ട് പോയ വാപ്പയാണ്. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണ് വാപ്പ. എന്നിട്ട് പിന്നെ അറക്കണം കേൾക്കില്ലേ? പറഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയാ? ഉമ്മ വളർത്തിയ മകനാണത്. ഉമ്മാന്റെ പടിത്തട്ടിലിരുന്ന് തവക്കുൽ എന്താണെന്ന് പഠിപ്പിച്ചു ഹാജരാക്കി. ആ മകനെ ഉമ്മ വളർത്തിയ മകനാ. ഈമാനിൽ തഖ്വയിൽ വളർത്തിയ മകനാ. വാപ്പയാണെന്ന് മോനക്കറിയാ. വാപ്പോട് പറഞ്ഞു ഫദ്ദുൽ മദത്ത. മറുപടി എന്താണോ? അള്ളാന്റെ കൽപ്പന എന്താണോ ചെയ്തോളൂ. കണ്ടില്ലേ? നിലയിൽ ആ സ്ഥലം കണ്ടില്ലേ? അടുത്ത സ്ഥലത്തുണ്ട്. അത് സ്കൂപ്പായിട്ട് ചെന്നി കിടന്നു കൊടുക്കാൻ മോൻ നടക്കാൻ വേണ്ടി. ഇത് നാടകമല്ല, നാടകമാണെന്ന് കരുതണ്ട. നടക്കാൻ വേണ്ടി ചെന്നിങ്ങനെ കിടന്നു കൊടുക്കുക. എന്നിട്ട് ഉപ്പനോട് പറയാ, ഉപ്പാന്റെ കൈ വളർക്കണ്ട, ഉപ്പാക്ക് സങ്കടം വേണ്ട. പ്രാർത്ഥിച്ച് വയസ്സ് കാട്ടി കിട്ടിയ ഒരു പൊന്നു മോനാണ്. സങ്കടം വേണ്ട, അർത്ഥോളൂ. ഞാനൊന്ന് കടയുക പോലും ചെയ്യുന്ന വാപ്പ. എന്റെ കഴുത്തിൽ നിങ്ങൾ കത്തി വെച്ച് അറക്കുമ്പോ ക്ഷമിക്കുന്നവരെ കൂട്ടത്തിൽ ഈ മോനെ വാപ്പാക്ക് കാണാം. അതാണ് കുർബത്തായി. പടച്ചോന്റെ കൽപ്പന അമ്മ മാറ്റി അറക്കേണ്ടി വന്നില്ല. ആ ഓർമ്മ ഖിയാമത്ത് നാൾ വരെ നമ്മൾ അടുത്ത പോത്തിന്റെ കഴുത്തിൽ വെച്ച കത്തിയിലൂടെ അള്ളാഹു നിലനിർത്തുകയാണ്. അതൊരു കുടുംബത്തിന്റെ കുർബത്തായില്ല, കൺകുളിന്റെ. അതാണ് സഹോദരങ്ങൾ പറഞ്ഞതൊക്കെ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതാണ് ആ ഭാര്യ, ആ മക്കൾ, അതിലൂടെ കിട്ടുന്ന കൺകുളിർമ അനുഭവം. ശരി, ഇതൊരു മാതൃകയാണ്. ആ മാതൃക മക്കളിലൂടെ നമുക്കുണ്ടാകണം. നമുക്ക് 18ാമത്തെ സൂറത്ത് പഠിക്കണം. 18ാമത്തെ സൂറത്ത്. പത്തൊൻപത് 59 18 19 58 ഞാൻ വായിച്ചോളെ. من ذرية آدم
وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. സഹോദരങ്ങളെ, ഇതിലെ റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓർമ്മണ്ടല്ലോ, ഇബാദുർ റഹ്മാൻ, പരമധാർമ്മികനായ റബ്ബിന്റെ അടിമകൾ. ഇവിടെ ചില മാതൃകകൾ ദുര്യാത്ത് ബോർഡ് എഴുതിയിട്ടുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. ദുര്രിയത്തിന്റെ ജമാഅത്ത് ദുര്രിയാണ്. ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ആയത്തിലും ഈ ആയത്തിന്റെ മുകളിൽ ആയത്തിലും അത് കാണാം. ആദ്യ ആയത്ത് വായിക്കാം. ഉലൈക അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൽ നബിയ്യീന. അല്ലാഹു അനുഗ്രഹം നൽകിയ പ്രവാചകന്മാരാകുന്നു അവർ. എന്താണ്? അല്ലാഹു അനുഗ്രഹം നൽകിയ, ഒരുപാട് നിഅമത്ത് നൽകിയ പ്രവാചകന്മാരാകുന്നു അവർ. ആരെന്നറിയാം? നേരെ 54 വാക്യം. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا. തൊട്ടു മുകളിലുള്ള ചില പ്രവാചകന്മാരെ കുറിച്ച് മാത്രമാണ് ഇതിന് മുകളിലൊക്കെ ഉണ്ട്. എന്നിട്ട് കുറെ പ്രവാചകന്മാരെ കുറിച്ച് അവരാണ് നമുക്ക് മാതൃക ജീവിതത്തിൽ. അത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറഞ്ഞത് അവരൊക്കെയും അനുഗ്രഹം, അള്ളാഹു എപ്പാടും അനുഗ്രഹം നൽകിയ പ്രവാചകന്മാരാണ്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞ ഒരു പ്രവാചകനാണ് ഇസ്മായിൽ നബി, അല്ലെ? ആ ഇസ്മായിലിനെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് വായിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൽ ഈ പ്രാർത്ഥനയ്ക്ക് നല്ല കണക്ഷൻ ഉണ്ടാകുന്നത്. ഇസ്മായിലിനെ കുറിച്ച് ഗ്രന്ഥത്തിൽ പറഞ്ഞു കൊടുക്കുക. നീ പറഞ്ഞു കൊടുക്കുക, വിവരിച്ചു കൊടുക്കുക. കിതാബ് വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ കുറിച്ച് ഉള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. ഇസ്മായിലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാം ഈ ഗ്രന്ഥത്തിൽ പറയുന്നു, അത് പറഞ്ഞു കൊടുക്കുക. ബാക്കി ഇന്നവുകാന സ്വാദിക്കലുമാണ്, അദ്ദേഹം തന്നോടുള്ള കരാർ സത്യപ്പെടുത്തിയവനാണ്. ബാക്കി റസൂൽ നബിയാണ്. ബാക്കി വായിക്കും. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത്. ഒന്ന് ശരിക്കും ചിന്തിക്കണം. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത്. അദ്ദേഹം തന്റെ അഹ്ലികാരോട്, കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്നവനായിരുന്നു. വകാന യഅ്മുറു അഹ്ലഹു വർത്തനല്ലേ. നമുക്ക് 5 മിനിറ്റ് സമയം ശ്രദ്ധിക്കാം. വകാന യഅ്മുറു അഹ്ലഹു, അദ്ദേഹം തന്റെ അഹ്ലിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നവനായിരുന്നു. അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് കത്തുണ്ടോ നോക്കി. നമ്മൾ ഈ പറഞ്ഞ ഈ ദുര്യാത്തേക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ആലോചിക്കും. ഒരു മിനിറ്റ് സമയം ഒന്ന് ആലോചിക്കും. ഇസ്മായിൽ നബി തന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നവനായിരുന്നു. ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്, നിങ്ങളെ ഇൽമ പരിശോധിക്കുന്നതല്ല, മറിച്ച് നമ്മളെ ഇത് ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് സമയം പറയുമ്പോൾ ഒരു പ്രസംഗം ഇങ്ങനെ കേട്ട് ചെറിയ തലകൂടി പോകാനല്ല വേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ നിൽക്കണമെങ്കിൽ നിങ്ങളിന്ന് ഞാൻ ഈ ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിക്കും എന്താണുള്ളത്, ഒരു ചിന്തയിലേക്ക് അവിടെ പിന്നെ മറക്കൂല. അതിനു വേണ്ടിയാണ് ചോദിക്കണം. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത്. ഇസ്മായിൽ നബി തന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നവനായിരുന്നു എന്ന ഈ അള്ളാഹുവിന്റെ ഈ പറച്ചിലിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? പറഞ്ഞോളേ. അതുമായി ബന്ധപ്പെടുത്തി എന്താ വരുന്നത്? അതെ, ആയിക്കോട്ടെ. ആ പറഞ്ഞോളൂ എന്താ?
ദുര്യത്തിൽ ബന്ധപ്പെടുത്തില്ലെന്ന് ആലോചിച്ചു. ശരി, ഇവിടെ ഓർമ്മയിലേക്ക് വരുന്നില്ല. ഇനി ഞാൻ ഓർമ്മയിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. ഇവിടെ ആരെ കുറിച്ചാ പറഞ്ഞത്? ഇസ്മായിൽ നബി തന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നവനായിരുന്നു അല്ലെ? ഇസ്മായിൽ നബിയുടെ വാപ്പാര ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ഈ വിഷയത്തിലുള്ള പ്രാർത്ഥന എന്താ? നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. ശ്രദ്ധിക്കണം തദബ്ബുറാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, പടച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി, എന്റെ മക്കളെയും. ആരുടെ പ്രാർത്ഥന? ബാപ്പാന്റെ പ്രാർത്ഥന അല്ലെ? ഇവിടെ ദുർരിയത്ത് ആരാ? ഇസ്മായിൽ നബി. ആ ഇസ്മായിൽ നബിയെ പറ്റി അമ്മ ഖുർആനിൽ പറയുന്ന കാര്യം എന്താണ്? ആ ഇസ്മായിൽ നബി തന്റെ കുടുംബത്തോട്, ഇസ്മായിൽ നബിയുടെ കുടുംബത്തോട് എന്ത് കൽപ്പിക്കുമായിരുന്നു? എന്തായാലും കിട്ടണ പാഠം മനസ്സിലായിട്ട് പറഞ്ഞത് തുടർച്ചയാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, പടച്ചോനെ എന്റെ മക്കളെ, എന്റെ സന്താനപരമ്പര നിസ്കാരം നിലനിർത്തുന്നവരാക്കി പടച്ചോനെ. എന്നിട്ട് നിസ്കാരം നിലനിർത്തുക മാത്രമല്ല, ഇബ്രാഹിം നബി തന്റെ പൊന്നു മകനെ കൂട്ടിയിട്ട് ആദ്യത്തെ പള്ളി ഉണ്ടാക്കി നിസ്കരിക്കാൻ. ഭൂമിയിലെ ആദ്യത്തെ പള്ളി മോനെ കൂട്ടിയിട്ട്. ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ പള്ളി, ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി, ഏറ്റവും പവിത്രമായ പള്ളി. ആ പള്ളി ഉണ്ടാക്കിയത് ആരാ? കാബയുടെ ഉള്ളിൽ എന്താണ്? കാബന്റെ ഉള്ളിൽ എന്താണ്? കാബന്റെ ഉള്ളിൽ എന്താണ്? കാബന്റെ ഉള്ളിൽ എന്താണെന്ന് പൊതുസമൂഹത്തോട് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷം പറയും അതിന്റെ ഉള്ളിൽ മക്ബറയാണ്. ഇബ്രാഹിം നബിന്റെ ജാലം, ഇസ്മായിൽ നബിന്റെ ജാലം എന്നാ പറയാ. കാബ പള്ളിയാണ്, ആദ്യത്തെ പള്ളിയാണ്. പള്ളിന്റെ ഉള്ളിലാണ് നിസ്കാരം. ആ കാബന്റെ ഉള്ളിലെ നിസ്കരിച്ചിരുന്നത്, അതാണ് പള്ളി. പിന്നീട് അത് കിബലയാക്കി മാറ്റി. ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിസ്കരിക്കാം, അതിന് തിരികെ ഉള്ളിൽ നിസ്കരിക്കാം. അതിന് ചുറ്റും ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദുൽ ഹറാം. ഖുർആനിൽ പലതവണ എടുത്ത് പറഞ്ഞ മസ്ജിദുൽ ഹറാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യമായി നിസ്കരിക്കാൻ ഉണ്ടാക്കിയ പള്ളി ഉണ്ടാക്കിയത് ആ വാപ്പി മോനാണ്. എന്നിട്ട് അള്ളാഹുവിനെ പുറത്തി കൊടുക്കാൻ അവസാനം ഇസ്മായിൽ നബി ആ അള്ളാഹുവിന്റെ ഇബ്രാഹിം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമായി തന്നെ വന്നു. എന്നിട്ട് ആ ഇസ്മായിൽ നബി പിന്നീട് തന്റെ കുടുംബത്തോട് എത്തിക്കണം അല്ലെ? ആ കുടുംബം കണ്ടുപിടിക്കണം. ശരി, ഇസ്മായിൽ നബി മാത്രമാണോ? ആണോ? ഇസ്ഹാഖ് നബി അല്ലെ? ആരെ മകൻ? ഇബ്രാഹിമിന്റെ മറ്റൊരു മകൻ അല്ലെ? ഇസ്ഹാഖ് നബിന്റെ മോനാരാ? ഇസ്ഹാഖ് നബിയുടെ മകനാരാ? യാക്കൂബ് നബി. ആ യാക്കൂബ് നബിന്റെ മറ്റൊരു പേരാണത് ഇസ്രായേൽ. ആ പ്രവാചകനിൽ വന്നിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാർ, അതാണ് ബനൂ ഇസ്രായേൽ പ്രവാചകന്മാർ. രണ്ട് മക്കൾ. ഇസ്മായിൽ നബി പിന്നെ മക്കൾ ഉണ്ടായിട്ടില്ല. ഇസ്മായിൽ നബി പിന്നെ പ്രവാചകൻ വന്നിട്ടില്ല. ഇസ്മായിൽ നബി പിന്നീട് വരുന്നത് മുഹമ്മദ് നബിയാണ്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ ബാക്കിയുള്ള പ്രവാചകന്മാരെ കാര്യം വന്നത് ഇസ്ഹാഖ് നബിന്റെ പരമ്പര, യാക്കൂബ് നബിയുടെ പരമ്പരയിലാണ് വന്നത്. അതാണ് ബനൂ ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ പേരാണ്. നിങ്ങൾ ആ വാപ്പയിൽ തുടങ്ങിയിട്ട് ആ പരമ്പര എങ്ങനെ നടക്കണമെങ്കിൽ 58-ാമത്തെ വായിച്ചോളൂ. ഉലായിക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹ് വമിൻ ദുർരിയ്യത്തി ഇബ്രാഹീം. കേട്ടോ, ഇബ്രാഹീം നബിയുടെ ദുർരിയ്യത്ത്. വഇസ്രായീൽ, ഇസ്രായീൽ യാക്കൂബ് നബി. ഇസ്രായീൽ എന്നാണ് യാക്കൂബ് നബി. വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, നാം നിർവഴിയാക്കിയവർ, നാം പ്രത്യേകം തെരഞ്ഞെടുത്തവർ. ഇതാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി, പരമകാരുണ്യത്തിന്റെ വചനങ്ങൾ ഓടിക്കപ്പെട്ടാൽ അവർ സുജൂദിൽ വീഴും, അവർ കരയും.
എന്താ കണ്ണീര് വരാത്തതാണ്? ഇത് നമ്മൾ പെരയിൽ നിന്ന് ഓടുകയാണെങ്കിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം അല്ലെ? സുജൂദ് ചെയ്യുന്ന മാത്രമല്ല കേട്ടോ. ഈ ആയത്ത് ഓതിയാല് സുജൂദ് ചെയ്യുന്ന മാത്രമാണോ? ആണോ? ഖുർആൻ നോക്കി സുജ്ജതെന്ന് മാത്രമാണോ? ആണോ? അല്ല, വബുക്കിയ സുജൂദിൽ വീഴും. പിന്നെ വബുക്കിയ കരയും, കരയണം. സുജൂദ് ചെയ്യണമെന്ന് മാത്രമല്ല, കരയണം. കണ്ണിൽ നിന്ന് കണ്ണീര് വരണം. അത് വരണമെങ്കിൽ ഹൃദയത്തിൽ തട്ടണം. ഞാൻ ഈ പറഞ്ഞ എന്റെ ക്ലാസിന്റെ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടോ? ഈ ആയത്ത് ഓതി, ഈ ആയത്ത് മനസ്സിലാക്കി, ഇത് മുന്നിൽ വെച്ച് തദബ്ബുർ ചെയ്തിട്ട് ഈ ആയത്ത് ഓതിയിട്ട് നമ്മൾ സുജൂദിലേക്ക് വീണാൽ കണ്ണ് നിറയാതെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഖുർആനിനോടുള്ള നീതി എന്ന് പറഞ്ഞത്, ഖുർആനിനോട് നമ്മൾ കാണിക്കുന്ന അനീതിയാണ്. നീതി കാണിക്കുന്നുണ്ടെങ്കിൽ സുജൂദ് മാത്രമല്ല, നമ്മളെ കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഇന്ന് എന്താ ഉണ്ടായിന്ന് പറയുന്നത്? പിന്നീട് ഉണ്ടായ സംഭവം എന്താ? ഇതൊക്കെ നമ്മൾ അനുഗ്രഹിച്ച കുടുംബം. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ, നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? അടുത്ത ആയത്ത് വായിക്കി. അടുത്ത ആയത്തിൽ കൊടുക്കുന്നു നമ്മളെ കുടുംബം. ഈ നേരം പറഞ്ഞ കുടുംബം നമുക്ക് മാതൃകയാണ്. നമ്മളെ കുടുംബം എന്താണ്? വായിക്കി, ആയത്ത് വായിക്കി. എന്നിട്ട് അവർക്ക് ശേഷം പിന്നീട് ആ സ്ഥാനത്ത് പല തലമുറകൾ വന്നു, പല തലമുറകൾ വന്നു. നമസ്കാരം പാഴാക്കി, തോന്നിയ പോലെ ജീവിച്ചു. എന്താണോ തന്നിഷ്ടം അതിനെ പിൻപറ്റി. ഷഹവാത്ത്, അതിമോഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, തന്നിഷ്ടങ്ങളെ പിൻപറ്റി, ഷഹവാത്തിനെ പിൻപറ്റി. നിസ്കാരം അവർ ഒഴിവാക്കി. അവരെ ആ ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. വിടൂല, വിടൂല, കണ്ടെത്തുക തന്നെ ചെയ്യും. അവർ ചെയ്ത ഈ ദുർമാർഗത്തിന്റെ ഫലം മരണത്തിന് ശേഷം ഖബർ മുതൽ അവർ അനുഭവിച്ചു തുടങ്ങാനിരിക്കുന്നു എന്നുള്ള പറയാം. ഇനി എന്താ പറയട്ടെ? നമ്മൾ ചൊല്ലിയ തക്ബീർ, നമ്മൾ ആഘോഷിച്ച ബലിപെരുന്നാള്, ആ കുടുംബം, ഇതൊക്കെ ഈ നമ്മുടെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് വരികയാണ്. എന്നിട്ട് അത് മാതൃക പറയാം. അവാപ്പാന് തുറന്ന മക്കള്, അവാപ്പാനെ തുറന്ന മക്കള്, അങ്ങനെ പിന്നെ വംശം തെരഞ്ഞെടുത്തു. പക്ഷെ ഉത്കൃഷ്ടരാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ വന്ന നമ്മളെ തലമുറയാണ് 59ാമത്തെ ആയത്തിൽ കിടക്കുന്നത്. നിസ്കാരപ്പാടാക്കി, തോന്നിയ പോലെ ജീവിച്ചു. അങ്ങനെ തലമുറയ്ക്ക് നമുക്ക് നമ്മളെ മക്കളിലില്ലേ, നമ്മളെ കുടുംബത്തിലില്ലേ, നമ്മളെ നാട്ടിലില്ലേ? എന്താ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ? ശരിയെങ്കിൽ ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ, നമ്മളെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നെന്താ പരിഹാരം? റഹ്മാനായ റബ്ബ് പരിഹാരമില്ലാതെ ഒരു കാര്യം പറയാം. ഏതൊരു വിഷയം പറയുമ്പോഴും പ്രശ്നങ്ങളല്ലല്ലോ. പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിക്കുന്ന പൂർണ്ണത. പരിഹാരം പറയണം. അല്ല, പരിഹാരം പറയാണ്. തൊട്ടടുത്ത ആയത്ത് വെച്ചോളി. ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന ശൈആ. തിരിച്ചു പറഞ്ഞ ഇനി ഉള്ള കാലം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ല പറഞ്ഞു, അക്രമം ചെയ്യുക, സ്വർഗത്തിൽ കിടക്കും. ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരു ഇബാദുർ റഹ്മാൻ കാണാം. അടുത്ത ആയത്ത് വായിക്കും. ഏതാണ് സ്വർഗം? റഹ്മാനായ റബ്ബ് അവന്റെ അടിമകൾക്ക് വാഗ്ദാനം, ഇബാദുർ റഹ്മാനെ വാഗ്ദാനം ചെയ്ത സ്വർഗം. തീർച്ചയായും അത് നടപ്പിൽ വരിക തന്നെ ചെയ്യും. ഇന്നഹു കാന വഅദുഹു മഖ്തിയ. അവന്റെ വാഗ്ദാനം നടപ്പിൽ വരിക തന്നെ, സംശയിക്കണം. ആ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനകൾ തുടങ്ങിയത്. ആ ഇബാദുർ റഹ്മാൻ നമുക്ക് ഒരുക്കി വെച്ച സ്വർഗം നഷ്ടപ്പെടുന്ന സ്വർഗങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്ൻ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഉത്തരം പറഞ്ഞു തരുന്ന ചെയ്യും. അതാണ് ഇബാദുർ റഹ്മാനെ അല്ലാഹു നടപ്പിൽ വരുന്ന വാഗ്ദാനം ചെയ്ത സ്വർഗം. അവരുടെ ഖുർആൻ എന്നൊക്കെ പഠിക്കാൻ ഒന്ന് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് വെറുതെ വായിച്ചിട്ടില്ല. ഒന്ന് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് വായിച്ചിട്ടില്ല ഖുർആൻ. അത് നമ്മൾ പറയുന്ന ആശയത്തെ അതിങ്ങനെ പഠിച്ചോണ്ടിങ്ങനെ പച്ചക്ക് നമ്മൾ ഇങ്ങനെ കാണിച്ച് തരുന്നത് കാണാൻ കഴിയുന്നു. പക്ഷെ നമ്മൾ ആ ഹൃദയം ഖുർആന്റെ മുന്നിൽ തുറന്നു വെക്കാൻ തയ്യാറില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വീണ്ടും നിങ്ങളോട് പറയാനുള്ള ഒരു വസീയത്ത്
അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഈ പഠനങ്ങൾ ഒഴിവാക്കി ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടുത്തരുത്. ഈ ക്ലാസ്സിനനുസരിച്ച് നിങ്ങളുടെ നാട്ടിൽ പോകുമ്പോഴൊക്കെ ക്രമപ്പെടുത്താൻ കല്യാണങ്ങളും സർക്കാരുകളൊക്കെ ക്രമപ്പെടുത്താൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മൾ ഇതിന് ഗൗരവം കൊടുക്കാൻ കൊണ്ടാണ്. ഇതിനെ 1ാം സ്ഥാനത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറായാൽ, വാക്യത്തെ 2ാം സ്ഥാനത്തേക്ക് മാറ്റി വെക്കാൻ തയ്യാറായാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അതിലൂടെ നടക്കും. ഇതിലൂടെ നമ്മുടെ മനസ്സ് നന്നാകും, നമ്മുടെ ജീവിതം നന്നാകും, നമ്മുടെ മക്കൾ നന്നാകും. സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഈ ലോകത്തിന് ജീവിച്ച് മരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ വന്നുപോലെ തെറ്റുകുട്ടികളെ വിട്ടുകൊടുക്കുമാറാകട്ടെ. നല്ല കുട്ടികളെ മക്കൾക്ക് മക്കളെ സ്വാഭാവികമായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ കലാമ് പഠിക്കുക എന്ന ഈ ഏറ്റവും ഹൈറായ കർമ്മത്തിന് നമ്മുടെ ജീവിതം സാക്ഷിയാക്കാനും അതിന്റെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റിത്തരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇരുന്നതും ഓതിയതും നമ്മുടെ കണ്ടതും നമ്മുടെ കണ്ണും നമ്മുടെ കാതും ഹൃദയവും ഒക്കെ അള്ളാഹുവിന്റെ കലാമിനാണ് സാക്ഷിയായത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും നൽകി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك